ഇന്നലെ രാത്രി നിലപാട് അല്പം മയപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ ശശി തരൂർ യുദ്ധത്തിനില്ല എന്ന പ്രതീതി ഉയർന്നിരുന്നു. UDF സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ വീണ്ടും ശശി തരൂരിന്റെ പോസ്റ്റ് വന്നു. രണ്ടിലും ഉള്ളടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ നിലപാട് കടുപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും ഇന്ന് UDF കൺവീനറും പറഞ്ഞതല്ല പാർട്ടി നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും നിലപാട് പറയാൻ പ്രവർത്തക സമിതി പദവി തടസ്സമാണെങ്കിൽ അതും വേണ്ട. ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറഞ്ഞേ, മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് താൻ ലേഖനം എഴുതിയത്. അത് തെറ്റാണെങ്കിൽ തെളിയിക്കാൻ കൂടി പരോക്ഷമായി വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരം MP. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയും കുറിച്ച് തൊട്ടിട്ടില്ല, വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ന്യൂസ് 18 തിരുവനന്തപുരം. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. ഇനിയും എനിക്ക് എന്റെ കൈയക്ഷരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. ലേഖന വിവാദത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും UDF കക്ഷി നേതാക്കൾക്കുമുള്ള തരൂരിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാക്കുകൾ. നിലപാട് മാറ്റില്ലെന്നും പറയാനുള്ളത് ഇനിയും ഉറച്ചു പറയുമെന്നും ശശി തരൂർ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായക ഇടപെടലുകൾക്ക് ഒരുങ്ങുകയാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പ്രവർത്തക സമിതി അംഗമെന്ന പദവി ഉപയോഗിച്ച് പുനഃസംഘടനാ വിഷയത്തിലടക്കം നിലപാട് വ്യക്തമാക്കി സംസ്ഥാനത്ത് സജീവമാകാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ട് പാർട്ടി വിടാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നതെന്നാണ് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ മറ്റൊന്ന്. ശശി തരൂർ MP സ്ഥാനം രാജിവെക്കുമെന്നും BJP പിന്തുണയോടെ രാജ്യസഭാംഗമാകുമെന്നും അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന നേതാക്കളുമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ. ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ശശി തരൂർ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചേക്കുമെന്നും മറ്റു ചില പദവികൾ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹത്തിന്റെ നിലവിലെ നീക്കങ്ങളെന്നും കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയുണ്ട്. തരൂരിന് മുമ്പിലെ സാധ്യതകൾ ഇങ്ങനെ ചർച്ചകളിൽ നിറയുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് വികസന വിഷയങ്ങളിലെ മുൻ നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് തരൂർ ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം.